ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഗെയിം എൻ്റെ മകൻ്റെ ഫേവറേറ്റ് ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുമായി കളിക്കാൻ ഒരു ഗെയിം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതിൽ ഒരുപാട് ഫൺ എലമെന്റ്സ് ഉണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായും ഈ ഗെയിം ഇഷ്ടപ്പെടും. വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഐ എം സെജു. ഇതാണ് ബോക്സ്, ദ ഗെയിം ഓഫ് ലൈഫ്. വളരെ സിമ്പിൾ ബോക്സ് ആണ്. നിങ്ങൾക്ക് കാണാം ഒരുപാട് കിഡ്സ് ഫ്രണ്ട്ലി പിക്ചേഴ്സ് ഉണ്ട്. ഇതൊരു 8+ ഏജ് ലിമിറ്റ് ഗെയിമാണ്. 2 to 4 പ്ലേയേഴ്സ്. ഇതിന്റെ ആവറേജ് പ്ലേയിങ് ടൈം മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഒരു 1 to 2 hours വരെ ഈ ഗെയിമിന് എടുക്കും. ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഗെയിം കോമ്പൗണ്ട്സ് പരിചയപ്പെടാം. സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഗെയിം ബോർഡ്. നിങ്ങൾക്ക് കാണാം ഒരു ലൈഫിന്റെ പ്രോഗ്രഷൻ ആണ് ഈ ബോർഡിൽ ഡെപ്പിക്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് ദ കോളേജ് പാത്ത് ഓർ കരിയർ പാത്ത്. ഒരു പ്ലെയറിന് കോളേജ് പാത്തിൽ നിന്നോ കരിയർ പാത്തിൽ നിന്നോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അത് ലൈഫിലൂടെ പ്രോഗ്രസ് ചെയ്ത് റിട്ടയർമെന്റിൽ വരും. നിങ്ങൾക്കറിയാം ഒരു ലൈഫ് റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. പല ഇവന്റ്സിലൂടെ കടന്നു പോകും. ഈ ഗെയിമും അതുപോലെ പല ഇവന്റ്സിലൂടെ കടന്നുപോയി റിട്ടയർമെന്റിലെത്തും. അടുത്തതായി സ്പിൻ വീൽ, മണി പാക്ക്. പല ഡിനോമിനേഷനിലുള്ള മണി പാക്ക് ഉണ്ട്. 99 പ്ലെയർ കാർഡ്സ്, 4 പ്ലെയർ കാർ. ഇത് പീപ്പിൾ പെഗ് ആണ്. ഇതുപോലത്തെ 24 പീപ്പിൾ പെഗ്. ബ്ലൂ മെയിലും റോസ് ഫീമെയിലും ആണ് ഡെപ്പിക്ട് ചെയ്യുന്നത്. പെറ്റ് പെഗ്സ്, ഇതിൻ്റെ അകത്ത് കാറ്റും ഡോഗും ഉണ്ട്. ഇതുപോലത്തെ 12 പെറ്റ് പെഗ്സ്. ഇത് സ്പിൻ ടു വിൻ പ്ലെയർ ടോക്കൺസ്. അടുത്തതായി പ്ലെയർ കാർഡ്സ്. 5 കാറ്റഗറി ഉണ്ട്. ഹൗസ്, ആക്ഷൻ, കരിയർ, കോളേജ് കരിയർ, പെറ്റ്. ഈ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് ഡെക്ക് ഫ്രണ്ടിൽ വയ്ക്കുക. ഈ ഗെയിമിൽ ഒരു ബാങ്കറിന് ആവശ്യമുണ്ട്. ഓരോ തവണ പ്ലെയർ പേ ഡേ ക്രോസ് ചെയ്യുമ്പോഴും ബാങ്കറാണ് സാലറി കൊടുക്കുന്നത്. അതോടൊപ്പം ഏതെങ്കിലും ഒരു പ്ലെയർ ഔട്ട് ഓഫ് മണി ആയാൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാം. അതിനുശേഷം ഓരോ പ്ലെയേഴ്സും അവരവരുടെ പാത്ത് ചൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോളേജ് പാത്തും കരിയർ പാത്തും ഉണ്ട്. കോളേജ് പാത്ത് ചൂസ് ചെയ്ത പ്ലെയറിന് കളി തുടങ്ങുന്നതിന് മുമ്പായി 100K ബാങ്കിൽ കൊടുക്കണം ആസ് ട്യൂഷൻ ഫീ. അത് മാത്രമല്ല കോളേജ് പാത്ത് വിൽ ടേക്ക് എ ലോങ് ടൈം ടു റീച്ച് ദ ഫസ്റ്റ് പേ ഡേ. പക്ഷേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ഗ്രാജുവേഷൻ ദേ വിൽ ഗെറ്റ് എ ബെറ്റർ ജോബ്. കരിയർ പാത്ത് ചൂസ് ചെയ്ത പ്ലെയർ കരിയർ ഡെക്കിലുള്ള ടോപ്പ് 2 കാർഡ്സ് എടുക്കും. എനിക്ക് കിട്ടിയിരിക്കുന്നത് സിംഗർ, റേസ് കാർ ഡ്രൈവർ ആണ്. ഞാൻ അവരുടെ സാലറി ചെക്ക് ചെയ്യും. സിംഗർ ഗെറ്റ് 70K, റേസ് കാർ ഡ്രൈവറിന് 60K. സോ ഉറപ്പായിട്ടും ഞാൻ സിംഗർ കരിയർ ചൂസ് ചെയ്യും. ഫേസ് അപ്പ് ആയി ഫ്രണ്ടിൽ വയ്ക്കും. മറ്റേ കാർഡ് ഡെക്കിന്റെ ഏറ്റവും പുറകിൽ വയ്ക്കും. എല്ലാ കരിയർ കാർഡിലും ഒരു ബോണസ് നമ്പർ ഉണ്ട്. സിംഗർ കരിയർ കാർഡിന്റെ ബോണസ് നമ്പർ 3. whenever someone spins 3 they pay you 20K. അതായത് എപ്പോഴൊക്കെ മറ്റുള്ള പ്ലെയേഴ്സ് സ്പിൻ ചെയ്യുമ്പോൾ 3 വരുന്നുവോ ആ പ്ലെയർ 20K സിംഗർ കരിയർ ഉള്ള പ്ലെയറിന് കൊടുക്കണം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓരോ പ്ലെയേഴ്സും അവരവരുടെ പീപ്പിൾ ആൻഡ് പെറ്റ് പെഗ് അവരുടെ കാറിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ചൂസ് ചെയ്ത പാത്തിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ വയ്ക്കുക. റോസ് പ്ലെയർ കോളേജ് പാത്ത് വഴിയാണ് പോകുന്നത്. അതുപോലെ യെല്ലോ പ്ലെയർ കരിയർ പാത്തും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. കളിയുടെ ഒബ്ജക്റ്റീവ് ഓരോ പ്ലെയേഴ്സും അവരുടെ കാർ ലൈഫ് പാത്തിലൂടെ പോയി റിട്ടയർമെന്റിൽ എത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള അൺഎക്സ്പെക്റ്റഡ് അഡ്വഞ്ചേഴ്സ് ആണ് ഈ കളിയിലെ ഫൺ. ഏതെങ്കിലും ഒരു പ്ലെയർ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. ലെറ്റ്സ് സേ പ്ലെയർ ഈസ് സ്റ്റാർട്ടിംഗ് ദ ഗെയിം. പുള്ളിക്കാരൻ സ്പിന്നർ റോൾ ചെയ്യും. അതിൽ വന്നിരിക്കുന്ന നമ്പർ 2 ആണ് കിട്ടിയിരിക്കുന്നത്. അത്രയും നമ്പർ കാർ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഈ ഗെയിമിന്റെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് പേ ഡേ. ഒരു പ്ലെയർ പേ ഡേ ക്രോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ലാൻഡ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ബാങ്കിൽ നിന്നും ആ പ്ലെയറിന് സാലറി ലഭിക്കും. ആ പ്ലെയറിന്റെ കയ്യിലുള്ള കരിയർ കാർഡിൽ പറഞ്ഞിട്ടുള്ള സാലറി ആയിരിക്കും ലഭിക്കുക. ലെറ്റ്സ് സേ ആ പ്ലെയർ പേഡേയിലാണ് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ ഒരു അഡീഷണൽ 100K ബോണസും കൂടെ ആ പ്ലെയറിന് ബാങ്കിൽ നിന്ന് ലഭിക്കും. ഈ എക്സാമ്പിൾ പ്ലെയർ എ പേഡേന്റെ മുകളിൽ ലാൻഡ് ചെയ്തു. സോ ഹീൽ ഗെറ്റ് 70K സാലറി പ്ലസ് 100K ബോണസ്. സോ 170K പ്ലെയർ എന് ബാങ്കർ കൊടുക്കും. അടുത്തത് പ്ലെയർ ബിന്റെ ചാൻസ് ആണ്. പ്ലെയർ ബിയും അതുപോലെ സ്പിന്നർ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ വന്ന അത്രയും നമ്പർ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. പ്ലെയർ ബി ലാൻഡ് ചെയ്തിരിക്കുന്നത് സർക്കിൾ ആക്ഷൻ സ്പേസിലാണ്. ആക്ഷൻ കാർഡ്സ് ആണ് ഈ ഗെയിമിലെ ഏറ്റവും ഫൺ. അപ്പോൾ പ്ലെയർ ബി ആക്ഷൻ കാർഡ് എടുക്കും. കിട്ടിയിരിക്കുന്നത് ബോണസ് പേ ഡേ. പറഞ്ഞിരിക്കുന്നത് ചൂസ് അനദർ പ്ലെയർ ടു ബി യുവർ ബോസ് ആൻഡ് ടെൽ ദം എ ജോക്ക്. ഇഫ് ദേ ലോക്ക് കളക്ട് എ ബോണസ് പേ ഡേ ഫ്രം ദ ബാങ്ക്. നമ്മൾ ഒരു ജോക്ക് പറയണം. മറ്റേ പ്ലെയർ ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പേ ഡേ, അതായത് നമ്മുടെ കരിയർ കാർഡിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ സാലറി അഡീഷണൽ ബോണസായി നമുക്ക് ലഭിക്കും. ഇങ്ങനത്തെ കാർഡ്സിന് എൻഡ് ഓഫ് ഗെയിമിൽ 100K അഡീഷണൽ പോയിന്റ്സും കൂടെ ഉണ്ട്. സോ ഈ കാർഡ് നമ്മൾ കീപ്പ് ചെയ്യും. സ്പിൻ ടു വിൻ സ്പേസസ്. പ്ലെയർ എ സ്പിൻ ടു വിൻ സ്പേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ എല്ലാ പ്ലെയേഴ്സും അവരവരുടെ സ്പിൻ ടു വിൻ ടോക്കൺ എടുക്കുക. എന്നിട്ട് ഒരു നമ്പർ പറഞ്ഞ് ബോർഡിൽ പ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പ്ലെയർ എ ടോക്കൺ എടുത്തു, നമ്പർ 3 പറഞ്ഞു, നമ്പർ 3ൽ പ്ലേസ് ചെയ്തു. അതുപോലെ പ്ലെയർ ബി നമ്പർ 7 പറഞ്ഞു,
പുള്ളിയുടെ ടോക്കൺ നമ്പർ 7 പ്ലേസ് ചെയ്തു. പ്ലെയർ എ ആണ് സ്പിൻ ടു വിനിൽ എത്തിയിരിക്കുന്നുണ്ട്. പ്ലെയർ എന് ഒരു എക്സ്ട്രാ ടോക്കൺ കിട്ടും, സിൽവർ ടോക്കൺ. അതുകൊണ്ട് ഒരു എക്സ്ട്രാ നമ്പറും കൂടെ ഗസ് ചെയ്യാം. അപ്പോൾ പ്ലെയർ എ നമ്പർ 9 ഗസ് ചെയ്തു, 9ൽ വെച്ചു. ഇനി പ്ലെയർ എ തന്നെ ഈ വീൽ സ്പിൻ ചെയ്യും അണ്ടിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ വരുന്നത് വരെ. സ്പിൻ ചെയ്തു, വന്നില്ല. ഫൈനലി 3 വന്നു. 3ൽ ഇരിക്കുന്നത് പ്ലെയർ എന്റെ ടോക്കൺ ആണ്. സോ പ്ലെയർ എ വിൽ ഗെറ്റ് 200K ഫ്രം ബാങ്ക്. അടുത്തതായി പ്ലെയർ ബിന്റെ ടേൺ ആണ്. പ്ലെയർ ബി സ്പിൻ ചെയ്യും. വന്നിരിക്കുന്ന 9 ആണ്. പക്ഷേ 9 മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റോപ്പ് സിഗ്നലിൽ എത്തി. അത് സ്റ്റോപ്പ് ഗ്രാജുവേഷൻ സിമ്പിൾ ആണ്. അവിടെ എത്തുമ്പോൾ പ്ലെയർ ബി കോളേജ് കരിയർ കാർഡിൽ നിന്നും ടോപ്പ് 2 കാർഡ്സ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും ഒരു കരിയർ ചൂസ് ചെയ്യുക. എടുക്കാൻ കിട്ടിക്കുന്ന ഡോക്ടറാണ്, സാലറി 130K, ലോയർ സാലറി 120. സോ ഡെഫിനറ്റ്ലി പ്ലെയർ ബി ഡോക്ടർ കരിയർ ചൂസ് ചെയ്യും. എന്നിട്ട് ലോയർ ഡെക്കിന്റെ ഏറ്റവും താഴെ വയ്ക്കും. ഇതുപോലെ ഈ ഗെയിം പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റോപ്പ് സൈൻസ് ഉണ്ട്. ഒരു ലൈഫിന്റെ മേജർ ഇവന്റ്സ് ആണ് സ്റ്റോപ്പ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലെയറിന് സ്റ്റോപ്പ് സൈൻ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. സ്റ്റോപ്പ് സൈനിൽ നിർത്തുക, എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വീണ്ടും സ്പിന്നർ റോൾ ചെയ്ത് അത്രയും സ്പേസ് ഫ്രണ്ടിലേക്ക് പോവാം. ഗ്രാജുവേഷൻ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്തത് മാരിഡ് സ്റ്റോപ്പ് ആണ്. ഒരു പ്ലെയർ മാരിഡ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഒരു ഹസ്ബൻഡിനെയോ വൈഫിനെയോ ചൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പ്ലെയർ പെക്കിൽ നിന്നും ബ്ലൂ ഓർ റോസ് എടുക്കുന്നു. ഈ എക്സാമ്പിളിൽ യെല്ലോ ആണ് എത്തിയിരിക്കുന്നത്. സോ പുള്ളിക്കാരൻ റോസ് എടുക്കും, എന്നിട്ട് ആ കാറിൽ പോപ്പ് ചെയ്യും. അതോടൊപ്പം പ്ലെയർ ബി സ്പിന്നർ റോൾ ചെയ്യും. വന്നിരിക്കുന്നത് റെഡ് ആണ്. അപ്പോൾ 50K പ്ലെയർ ബി മാരേജ് ഗിഫ്റ്റ് ആയിട്ട് പ്ലെയർ എന് നൽകണം. നേരെ മറിച്ച് ബ്ലാക്ക് ആണ് വന്നിരുന്നെങ്കിൽ പ്ലെയർ ബി 100K മാരേജ് ഗിഫ്റ്റ് ആയിട്ട് പ്ലെയർ എന് നൽകിയാണ്. അങ്ങനെ രണ്ട് പ്ലെയേഴ്സും ലൈഫ് പുരോഗമിച്ചു. പ്ലെയർ എ അടുത്ത സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് നൈറ്റ് സ്കൂൾ സ്റ്റോപ്പ്. അവിടെ എത്തുമ്പോൾ പ്ലെയറിന് ഓപ്ഷൻ ഉണ്ട് കരിയർ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ പ്ലെയർ എ കരിയർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചെയ്യേണ്ടത് 100K ബാങ്കിന് കൊടുക്കുക. അതിനുശേഷം കോളേജ് കരിയർ കാർഡിലെ ടോപ്പ് 2 കാർഡ്സ് എടുക്കുക. അതിലും ഓബിയസ്ലി സാലറി നോക്കും. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് വെറ്റ് സാലറി 100K, വീഡിയോ ഗെയിം ഡിസൈനർ സാലറി 110K. ഞാൻ ഉറപ്പായും വീഡിയോ ഗെയിം ഡിസൈനർ ചൂസ് ചെയ്യും. എന്നിട്ട് എക്സിസ്റ്റിംഗ് കരിയർ കാർഡും രണ്ടാമത്തെ കരിയർ കാർഡും ഇതിന്റെ ബോട്ടത്തിലേക്ക് പ്ലേസ് ചെയ്യും. നേരെ മറിച്ച് പ്ലെയർ എന് എക്സിസ്റ്റിംഗ് കരിയറിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വേറെ കരിയർ കാർഡ് എടുക്കത്തില്ല, 100K ബാങ്കിന് കൊടുക്കത്തില്ല. പുള്ളിക്കാരൻ വീണ്ടും റോൾ സ്പിൻ ചെയ്യും, അത്രയും സ്പേസ് ഫ്രണ്ടിലേക്ക് പോകും. അടുത്തതായി ഫാമിലി പാത്ത്. ഒരു പ്ലെയർ ഫാമിലി പാത്തിൽ എത്തുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഈതർ ഫാമിലി പാത്ത് എടുക്കാം അല്ലെങ്കിൽ ലൈഫ് പാത്ത്. ലെറ്റ്സ് എ പ്ലെയർ എ ഫാമിലി പാത്ത് എടുക്കുകയാണ്. പുള്ളിക്കാരൻ റോളർ സ്പിൻ ചെയ്യും, അത്രയും സ്പേസ് ഫ്രണ്ടിലേക്ക് പോകും. പക്ഷെ നിങ്ങൾക്ക് കാണാം ഫാമിലി പാത്തിൽ ഒരുപാട് ബേബീസും ഹൗസ് ബൈയിങ് ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ലൈഫ് പാത്ത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഫാമിലി പാത്തിലൂടെ പോകണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും റോളർ സ്പിൻ ചെയ്യുക, എന്നിട്ട് ലൈഫ് പാത്ത് വഴി ഫ്രണ്ടിലേക്ക് പോവാം. പ്ലെയർ എന് കിട്ടിയിരിക്കുന്നത് 2 ആണ്. സോ പ്ലെയർ എ ഫാമിലി പാത്തിലൂടെ 2 സ്പേസ് ഫ്രണ്ടിലേക്ക് പോകും. അതൊരു ട്വിൻ സ്പേസ് ആണ്. ദാറ്റ് മീൻസ് പ്ലെയർ എന് ട്വിൻസ് ജനിച്ചു. അപ്പോൾ പീപ്പിൾ പെക്കിൽ നിന്നും 2 പെഗ് അവരുടെ കാറിലേക്ക് പോപ്പ് ചെയ്യണം. അടുത്ത പ്ലെയർ ബി റോൾ ചെയ്തു. പ്ലെയർ ബി ലാൻഡ് ചെയ്തിരിക്കുന്നത് ഹൗസ് സ്പേസിലാണ്. ഹൗസ് സ്പേസിൽ എത്തുമ്പോൾ ഒരു പ്ലെയറിന് 2 ഓപ്ഷൻ ഉണ്ട്. ഈതർ ഹൗസ് ബൈ ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ ബൈ ചെയ്ത ഒരു ഹൗസ് സെല് ചെയ്യാം. ഇവിടെ പ്ലെയർ ബി ഹൗസ് ബൈ ചെയ്യാൻ പോവാണ്. ചെയ്യേണ്ടത് ഹൗസ് കാർഡിലുള്ള ടോപ്പ് 2 കാർഡ്സ് എടുക്കുക. ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു കാർഡ് ചൂസ് ചെയ്യാം. എനിക്ക് വന്നിരിക്കുന്നത് ഫാം ഹൗസ് 300K, ഹൗസ് ബോട്ട് 200K. അപ്പോൾ പ്ലെയർ ബി 200K ഹൗസ് ചൂസ് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ കാർഡ് ഡെക്കിന്റെ ഏറ്റവും താഴത്തേക്ക് വെച്ചു. അതോടൊപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹൗസ് പ്രൈസ് ആയ 200K ബാങ്കിലേക്ക് പേ ചെയ്യണം. ഒരു പ്ലെയറിന് ഒന്നിൽ കൂടുതൽ ഹൗസ് ഓൺ ചെയ്യാം. ലെറ്റ്സ് എ പ്ലെയർ ബി ഹൗസ് പ്രൈസിൽ വരുമ്പോൾ ഓൾറെഡി പുള്ളിക്കാരൻ ഹൗസ് ബോട്ട് ബൈ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഹൗസ് സെല്ലിംഗ് ഓപ്ഷനിലേക്ക് പോകാമായിരുന്നു. ലെറ്റ്സ് എ ഹൗസ് സെല്ലിംഗ് ഓപ്ഷനിലാണ് പ്ലെയർ ബി പോകുന്നതെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്പിൻ ഫോർ സെയിൽ പ്രൈസ് ചെയ്യണം. പുള്ളിക്കാരൻ ചെയ്യേണ്ടത് റോളർ സ്പിൻ ചെയ്യുക. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കളർ നിങ്ങൾക്ക് കാണാം, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇവിടെ വന്നിരിക്കുന്ന റെഡ് ആണ്. സോ പുള്ളിക്കാരന് റെഡിൽ പറഞ്ഞിരിക്കുന്ന $180K ബാങ്കിൽ നിന്ന് ലഭിക്കും. ബ്ലാക്ക് ആണ് വന്നിരുന്നെങ്കിൽ സ്പിൻ ബ്ലാക്ക് 300K ബാങ്കിൽ നിന്ന് ലഭിച്ചേനെ. അതോടൊപ്പം ഈ കാർഡ് ഹൗസ് ഡെക്കിന്റെ ഏറ്റവും താഴത്തേക്ക് പോകും. അടുത്ത പ്ലെയറെ റോൾ ചെയ്തു. പ്ലെയറെ എത്തിയിരിക്കുന്നത് അടുത്ത സ്റ്റോപ്പായ ബേബി സ്റ്റോപ്പിലാണ്. ഇവിടെ എത്തുമ്പോൾ പ്ലെയറെ ചെയ്യേണ്ടത് സ്പിന്നർ റോൾ ചെയ്യുക. എന്നിട്ട് അതിൽ വന്നിരിക്കുന്ന നമ്പറിന്റെ റേഞ്ച് അനുസരിച്ചിട്ട് അത്രയും നമ്പർ ഓഫ് ബേബീസ് കാറിലേക്ക് പോപ്പ് ചെയ്യണം. ഇവിടെ 9 ആണ് കിട്ടിയിരിക്കുന്നത്. 9 കിട്ടുകയാണെങ്കിൽ ട്രിപ്ലെറ്റ്സ് ആണ്, 3 ബേബീസ് ഉണ്ടാവും. നേരെ മറിച്ച് 1നും 3നും ഇടയിലാണെങ്കിൽ 0 ബേബീസ്, 4നും 6നും ഇടയിലാണെങ്കിൽ 1 ബേബി, 7നും 8നും ഇടയിലാണെങ്കിൽ ട്വിൻസ്. അങ്ങനെ പ്ലെയർ എയും പ്ലെയർ ബിയും ലൈഫ് പുരോഗമിച്ചു. നിങ്ങൾക്ക് കാണാം അവരുടെ കാശൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ത്രൂ സാലറി ആൻഡ് അതർ മീൻസ്. അതോടൊപ്പം
ഫൺ ആക്ഷൻ കാർഡ്സും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്ലേയേഴ്സ് മൾട്ടിപ്പിൾ ആക്ഷൻ സ്പേസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നൗ പ്ലെയർ ബി ലാൻഡഡ് ഓൺ ദ പെറ്റ് സ്പേസ്. പെറ്റ് സ്പേസിൽ എത്തുമ്പോൾ ചെയ്യേണ്ടത് പെറ്റ് കാർഡിലുള്ള ടോപ്പ് 2 കാർഡ്സ് എടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യുക. എനിക്ക് ഇത് രണ്ടുമാണ് കിട്ടിയിരിക്കുന്നത്. വിസിറ്റ് ദ പെറ്റ് സ്റ്റോർ, ടീച്ച് യുവർ പെറ്റ് എ ന്യൂ ട്രിക്ക്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് വിസിറ്റ് ദ പെറ്റ് സ്റ്റോറിൽ പേ ദ ബാങ്ക് 10K. അതായത് ഞാൻ 10K ബാങ്കിലേക്ക് പേ ചെയ്യണം. പക്ഷെ ഇതിൻ്റെ അകത്ത് കളക്ട് 30K ഫ്രം ദ ബാങ്ക്. അപ്പോൾ ഉറപ്പായും ഞാൻ ഇത് ചൂസ് ചെയ്യത്തില്ല, ഇത് ചൂസ് ചെയ്യും. എന്നിട്ട് 30K ബാങ്കിൽ നിന്നും എടുക്കും. മാത്രമല്ല ഈ കാർഡിന് എൻഡ് ഓഫ് ദ ഗെയിമിൽ വീണ്ടും പോയിന്റ്സ് ഉണ്ട്. സോ കീപ് ദ കാർഡ്. അടുത്ത പ്ലെയർ എത്തിയിരിക്കുന്നത് അവസാന സ്റ്റോപ്പായ റിസ്കി പാത്തിലാണ്. ഇവിടെ എത്തുമ്പോൾ പ്ലെയറിന് ഒരു പാത്ത് ചൂസ് ചെയ്യണം. റിസ്കി പാത്ത് ഓർ നോൺ റിസ്കി പാത്ത്. റിസ്കി പാത്തിലാണെങ്കിൽ ബിഗ് മണി വിൻ ചെയ്യാനും അതോടൊപ്പം ബിഗ് മണി ലൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒരെണ്ണം ചൂസ് ചെയ്യുക. ലെറ്റ്സ് എ പ്ലെയർ ചൂസസ് റിസ്കി പാത്ത്. എന്നിട്ട് റോൾ ചെയ്യും. എന്നിട്ട് അതിൽ വന്നിരിക്കുന്ന നമ്പർ അനുസരിച്ച് മൂവ് ചെയ്യും. 1 2 3 4 5 6. നൗ ഹി ലോസ് ദാറ്റ് മച്ച് മണി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പേ ബാങ്ക് 100K പുള്ളിക്കാരന് നഷ്ടമായി. നേരെ മറിച്ച് നോൺ റിസ്കി പാത്താണ് പുള്ളി ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ 6 സ്പേസ് നോൺ റിസ്കി പാത്തിലൂടെ ഫ്രണ്ടിലേക്ക് പോകും. പുള്ളിക്കാരന് നഷ്ടമൊന്നുമില്ല. ഈ ഗെയിമിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്ലെയറിന് നോട്ട് ഇനഫ് മണി ആണ് ടു ബൈ സംതിങ് ഓർ ടു പേ എ ഡെപ്റ്റ് എന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് ടേക്ക് എ ലോൺ ഫ്രം ദ ബാങ്ക്. 50K ആണ് ബാങ്കിൽ നിന്നുള്ള ലോൺ. അപ്പോൾ പുള്ളിക്കാരൻ 50K എടുക്കുന്നു. സ്റ്റിൽ നോട്ട് ഇനഫ് മണി ആണെങ്കിൽ അനദർ ലോൺ എടുക്കണം, അനദർ 50K. കളിയുടെ ഏത് ഘട്ടത്തിലും ലോൺ തിരിച്ചടയ്ക്കാം. 10K എക്സ്ട്രാ ആണ് അടയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 50K ആണ് പുള്ളി ലോൺ എടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരൻ 60K തിരിച്ചടയ്ക്കുക. 100K ആണ് ലോൺ എടുത്തെങ്കിൽ 120K തിരിച്ചടയ്ക്കുക. അങ്ങനെ പ്ലെയറെ ആദ്യം ഗെയിം ഫിനിഷ് ചെയ്ത് റിട്ടയർമെന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഇതർ മില്യനർ മാൻഷൻ അല്ലെങ്കിൽ കൺട്രി സൈഡ് ഏക്കറിലേക്ക് പോവാം. പ്ലെയറെ മില്യനർ മാൻഷനിലേക്ക് പോയി. ഇതിന് ഗെയിമിൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഇത് നമ്മൾ ചുമ്മാ ഒരു ചോയ്സ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതോടൊപ്പം ഒരു റിട്ടയർമെന്റ് ബോണസ് ബാങ്കിൽ നിന്ന് ലഭിക്കും. ആദ്യം ഗെയിം ഫിനിഷ് ചെയ്ത ആൾക്ക് 400K, രണ്ടാമത് ഫിനിഷ് ചെയ്ത ആൾക്ക് 300K, മൂന്നാമത് 200K, നാലാമത് 100K. അങ്ങനെ പ്ലെയർ ബിയും റിട്ടയർ ആയി. പുള്ളിക്കാരൻ കൺട്രി സൈഡ് ഏക്കറിലേക്ക് പോയി. അതോടൊപ്പം ഈ ഗെയിം അവസാനിക്കും. ഒരു ഗെയിമിലെ എല്ലാ പ്ലെയേഴ്സ് റിട്ടയർ ആകുമ്പോഴാണ് ഗെയിം അവസാനിക്കുന്നത്. അതിനുശേഷം ഒരു ഫൈനൽ അസറ്റ് ഇവാലുവേഷൻ ഉണ്ട്. പുള്ളിക്കാരന്റെ കയ്യിലുള്ള എല്ലാ അസറ്റ്സിന്റെയും ഇവാലുവേഷൻ ചെയ്തിട്ട് ഫൈനൽ സ്കോറിംഗിലേക്ക് പോകും. ചെയ്യേണ്ടത് ഓരോ പ്ലെയേഴ്സും അവരവർ ഓൺ ചെയ്തിരിക്കുന്ന ഹൗസ് സെല് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ആ പ്ലെയർ റോൾ സ്പിൻ ചെയ്യും. അതിൽ പറഞ്ഞിരിക്കുന്ന കളർ കോഡ് റെഡ് ആണ് വരുന്നെങ്കിൽ 120K, ബ്ലാക്ക് ആണ് വരുന്നെങ്കിൽ 200K ആ പ്ലെയറിന് ലഭിക്കും. അങ്ങനെ എല്ലാ ഹൗസും സെല് ചെയ്യും. ബാങ്കിൽ നിന്നും അതിനനുസരിച്ചിട്ടുള്ള കാശ് ആ പ്ലെയറിലേക്ക് പോകും. അടുത്തത് ആക്ഷൻ കാർഡ്സ്. ഓരോ പ്ലെയറിന്റെയും ആക്ഷൻ കാർഡ്സ് കൗണ്ട് ചെയ്യുക. ഓരോ കാർഡിനും 100K വെച്ച് ബാങ്കിൽ നിന്ന് ലഭിക്കും. അടുത്തത് പെറ്റ് കാർഡ്സ്. ഓരോ പെറ്റ് കാർഡിനും 100K വെച്ച് ബാങ്കിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ പ്ലെയറിന് 200K. ഓരോ ബേബീസിനും 50K ബാങ്കിൽ നിന്ന് ലഭിക്കും. പ്ലെയർ എന് 1 2 3 ബേബീസ് ഉണ്ട്. സോ 150K ബാങ്കിൽ നിന്നും പ്ലെയർ എന് ലഭിക്കും. അവസാനമായി ഏതെങ്കിലും ഓപ്പൺ ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ 50Kനും 10K വെച്ചാണ് ക്ലോസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് സേ പ്ലെയർ എന് 100K ബാങ്ക് ലോൺ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ 120K ബാങ്കിന് അടച്ച് ആ ലോൺ ക്ലോസ് ചെയ്യണം. അതിനുശേഷം വരുന്ന ടോട്ടൽ മണി കൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉള്ള പ്ലെയർ ആയിരിക്കും വിന്നർ. സോ ഫ്രണ്ട്സ്, ഇതാണ് ഗെയിം. ഇതൊരു ഫാമിലി ഫൺ ഓറിയന്റഡ് ഗെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മകന്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിമായത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് അറ്റ് ഹോം. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഗെയിമുമായി ഞാൻ വീണ്ടും വരും.